ഞാനിപ്പോൾ ആലോചിക്കണം ഞാൻ ആരുടെ മുമ്പിൽ നിന്നാ പറഞ്ഞതെന്ന്. കാരണം ആര് പാടിയാലും മോളെ സംഗതി പോരാ കേട്ടോ, കുറച്ചുകൂടിയൊക്കെ അവിടെ പ്ലാൻസ് ഒക്കെ മോള് നന്നായിട്ട് പാടി, എന്നാലും ചില സ്ഥലത്ത് അങ്ങനെ പറയുന്ന ഒരാളുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ തരാം. അപ്പം ഒരു തമിഴായിക്കോട്ടെ, SPBയുടെ ഒരു സ്മരണയ്ക്ക് മുൻപിൽ. തീർച്ചയായിട്ടും. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുറയേത് നീ നന്ദവനത്തേര്, അഴക് കന്നിമണി സിരിച്ച വെള്ളിമണി, കിളിയെ കണ്ണൂറങ്ക് ദൂരി ദൂരി ഹോയ്. പച്ചമലപ്പൂവ് നീ ഉച്ചിമലത്തേന്, കുത്തങ്കുറയേത് നീ നന്ദവനത്തേര്. സബാഷ്. താങ്ക് യു. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, അത് എനിക്ക് ഭയങ്കര വിഷമമാണത് ഇപ്പോഴും. ആണല്ലേ? പഠിച്ചില്ല. പക്ഷെ എങ്ങനെ പാടുന്നത്? അയ്യോ, അത് ദൈവം തന്ന ഒരു ബോണിൽ തന്ന ഒരു സാധനമാണ്. ആ ശരി. അല്ല, ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇനി വീട്ടിനടുത്ത് വല്ല പാടുന്ന വല്ലവരും ഉണ്ടായിരുന്നു. മറ്റേത് കണക്ട് ചെയ്ത് എനിക്ക് പോയി അത് വെച്ചേക്കായിരുന്നല്ലേ, മറ്റേത് കണക്ട് ചെയ്ത് ചേട്ടാ. ഞാനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ വേറെ പണി എനിക്ക് കിട്ടിയാന്. ഓക്കെ, എന്തായാലും ഇതിനൊരു ചെറിയ സമ്മാനം എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ചെറിയ സമ്മാനം തരിക. ഓക്കെ, പറയട്ടെ? പറഞ്ഞോ. നമ്മളുടെ രണ്ടുപേരുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മളുടെ രണ്ടുപേരുടെ കയ്യിലും ഇതുണ്ട്. പണ്ട് വലുതായിരുന്നു, ഇപ്പൊ ചെറുതാണ്. പക്ഷേ ഉള്ളി വെച്ചാലേ കാര്യം നടക്കത്തുള്ളൂ, അകത്തോട്ട് വെച്ചാല് എന്താ കാര്യം? എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതല്ല, ഈ ചോദ്യത്തിലേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, ഒന്നുകൂടി പറയാമോ? നമ്മുടെ രണ്ടുപേരുടെ ഉണ്ടായിരുന്നു. ഇപ്പില്ലേ? അല്ല, പണ്ട് വലുതായിരുന്നു, ഇപ്പൊ ചെറുതാണ്. പക്ഷെ ഉള്ളി അകത്ത് വെച്ചാൽ, ഉള്ളിയല്ല ഉള്ളി അകത്തോട്ട് വെച്ചാലേ നടക്കൂ. നന്നായിട്ട് അറിയാമല്ലോ, പിന്നെന്തിനാ ആലോചിക്കുന്നത്? അതൊക്കെ ഞാനെങ്ങനെ പറയും. പക്ഷെ ഇത് എന്തൊരു സാധനം ഉണ്ട് ഇതില്. വാച്ചാണോ? അല്ല, സിം കാർഡ്. എവിടൊക്കെയോ പോയി അല്ലേ? പോയിന്നാ നാണായി പോയി എനിക്ക്. ഇത് ഭയങ്കര എനിക്ക് വേറൊരു റൂട്ടിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല കാര്യം. ഓരോ കുളവും തന്നു കഴിഞ്ഞപ്പോഴേ എന്റെ ദൈവമേ, പുറത്തു പറയാൻ പറ്റില്ല.